ഹായ് വ്യൂവേഴ്സ്, മത്സ്യപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ തോരനാണ്. ചിലർ മരച്ചീനി എന്ന് പറയും, മരച്ചീനി തോരൻ. അപ്പം ഇത് ചെറുതായിട്ട് അരിയണം, നമുക്ക് തോരനൊക്കെ അരിയുന്ന പോലെ അരിയണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ കപ്പ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കീറിയെടുത്തു. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞാൽ മതി, ഒത്തിരി തീരെ ചെറുതായിട്ട് അരിയണ്ട. ഇതേപോലെ അരിഞ്ഞ് എടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞിട്ടാണ് കഴുകിയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അരിഞ്ഞിട്ട് കഴുകിയാൽ മതി, കപ്പയല്ലേ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ആദ്യമേ വേവിക്കണം. കുറച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് വേവിക്കണം. കുക്കറിലൊന്നും വെക്കണ്ട. അപ്പം ഞാനൊരു 2-3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കപ്പ വേകുമ്പോഴത്തേക്കിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, അരമുറി തേങ്ങ ചിരണ്ടിയതാണിത്. മഞ്ഞൾ, 1/4 ടീസ്പൂണ് മഞ്ഞൾ, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ചെറിയ സവാള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ആ സവാള ചെറിയൊരു പീസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. ഇത് പെരുംജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർക്ക് പെരുംജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെറിയ ജീരകം അതെടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ഇത് വെച്ചിരിക്കുന്നത് സവാള, ഇതൊരു അരമുറി സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലാസ്റ്റ് കടുക് വറുത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്ന് ഒരു ചെറിയ സ്പൂണ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, പച്ചമുളക് ആദ്യം ഇടണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കത്തേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് അരയേണ്ട സാധനങ്ങൾ മിക്സിക്ക് ജാറിൻ്റെ ഏറ്റവും അടിയിലിടാൻ നോക്കുക. വെളുത്തുള്ളി 2 അല്ലിയായിരുന്നു കേട്ടോ. പിന്നെ ജീരകം, ഞാൻ എടുത്തിരിക്കുന്ന പെരുംജീരകമാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ജീരകം എടുക്കാം. ഉള്ളി, കണ്ടോ, ഇതിപ്പം ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ. ഇതിപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് വെച്ചിരുന്ന സവാള അത് ഞാനൊന്ന് വഴറ്റുവാണ്. ആദ്യമൊന്ന് വഴറ്റാം. നമുക്ക് വഴറ്റി മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതിനൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് കടുകോ മറ്റേ മുളകും കറിവേപ്പില അതൊക്കെ കൂടെ ചെയ്യാം. അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് അല്ലാതെ നമുക്ക് വഴറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നും മുളകും അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ താളിച്ചിടണം. അങ്ങനെയാണ്. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൽ തന്നെ കടുക് ഇടുകയാണ്. ആ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിരിക്കുക. വഴറ്റി പാനിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചു. ലോ ഫ്ലെയിമിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. പിന്നെ ഉഴുന്നൊക്കെ ഒരു ടേസ്റ്റിന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. മൂന്ന് വറ്റൽമുളകാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിടുക. കറിവേപ്പില എല്ലാം ആയി. കടുക് പൊട്ടി. അരപ്പ് ഈ പാകത്തിന് ഒത്തിരി അരിഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവും. അപ്പം അത് അരപ്പിടുക. ഊറ്റി വെച്ച കപ്പ ഇടുക.
വെള്ളത്തിൽ ചേർക്കുക. അപ്പോൾ ചിലർ കപ്പ വേവിക്കുമ്പോൾ ആ സമയത്ത് ഉപ്പിട്ട് വേവിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നമ്മളെ എല്ലാം ഊറ്റി കഴിഞ്ഞ് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി ഒന്ന് അടച്ചിരുന്നു. ഒരു 2 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു. അതിൻ്റെ ആ അരപ്പിൻ്റെ ചുവയൊക്കെ ഒന്ന് പോയി. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക. നല്ലൊരു തോരനാണ്. കപ്പ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു തോരൻ. അല്ലാതെ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ ഇത് വേറൊരു വെറൈറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ എല്ലാവരും. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു.